പാസ്പോർട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഇവൻ ചൈനീസ് ആണോ ഇന്ത്യൻ ആണോ? എന്ത് തിരക്കാന്നറിയോ ഇവിടെ. നമ്മൾ നടന്ന് പ്ലാറ്റ്ഫോമിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തെത്തി. 2 ട്രെയിൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനാണ് ഇതേപോലെ. ഇത് അടിപൊളി ഒരു വീടാണ്. വീട്, ഒരു കോഫി ഷോപ്പ്, അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ്. ഇതാണ് നമ്മുടെ മുറി. അതായത് മുറി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതൊരു ഗംഭീര സെറ്റപ്പാണ്. നോക്കൂ, ഈ ബാത്റൂം എന്ന് പറയുന്നത് കേർട്ടൻ ആണ്. കണ്ടില്ലേ, ഈ കേർട്ടൻ ഇട്ടിട്ട് വേണം ബാത്റൂം യൂസ് ചെയ്യാനായിട്ട്. അപ്പിടാനിരിക്കുമ്പോഴത്തേക്കിനും വരെ നമുക്ക് കായൽ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കണ്ട, ഈ ബാത്റൂമിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിന്ന് കുൻമിങ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 2 മണിക്കൂർ നീണ്ട ഒരു ബുള്ളറ്റ് ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ദാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 7 മണി നമ്മളിപ്പോൾ കുൻമിങ് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങുന്നു. ശേഷം എന്തല്ലേ, അവർ ഓൾറെഡി ഇവിടെ എത്തി. 1, 2, 3 പേരുണ്ട്. നമ്മൾ 3 പേരുണ്ട്. പിന്നെ ക്യാമറമാൻമാർ 2 പേരുണ്ട്. അങ്ങനെ മൊത്തം 8-10 പേരും 10-15 പെട്ടി. ഗംഭീര പരിപാടികളാണ്. റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണെങ്കിൽ ഫുള്ള് പൂക്കളിട്ട് വെച്ചിരിക്കുകയാണ്. പൂക്കൾ നട്ട് വെച്ചിരിക്കുകയാണ്. ചെടികൾ നട്ട് ആ ഒരു രീതിയിൽ ബന്ദിപ്പൂ കേട്ടില്ലേ, എന്ത് നല്ല അടിയിലാണ് നിൽക്കുന്നതെങ്കിൽ ബന്ദിപ്പൂ, പിന്നെ വേറെ റെഡ് കളറിലെ പൂവ്, അങ്ങനെ മൊത്തം പൂക്കളാണ് ഇവിടെ. പൂക്കൾ മയം. എന്ത് മനോഹരമായിട്ടാണ് അല്ലേ പൂക്കളൊക്കെ നിൽക്കുന്നത്. ചെറുക്കും തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കളർഫുൾ പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. കുൻമിങ്ങിൽ 2 സ്റ്റേഷനുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴത്തേക്കിന് ഇവിടെ നിന്ന് ലാവോസിലേക്ക് ട്രെയിൻ എടുത്തു പോയത് കുൻമിങ് നാൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ നിന്നാണ്. ഇത് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ സ്റ്റേഷനാണ്. അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ അതിനെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് പോയി. നമ്മുടെ സെറിൻ ഉണ്ടല്ലോ, ഈ സെറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചൈനക്കാരൻ്റെ ലുക്കല്ലേ. പുള്ളി മണിപ്പൂരിയാണേ. അപ്പോൾ അവൻ്റെ പാസ്പോർട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഇവൻ ചൈനീസ് ആണോ ഇന്ത്യൻ ആണോ? പക്ഷെ ചില ചൈനക്കാർക്കൊക്കെ മനസ്സിലാവും അവൻ ചൈനക്കാരനല്ല. ഈ ചൈനയിൽ തന്നെ കുറേ എത്നിക് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് ആൾക്കാർ കരുതാറുണ്ട്. പക്ഷെ യൂഷ്വലി ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അവൻ ചൈനക്കാരനാണ്, ഇന്ത്യക്കാരനാണെന്ന് പറയും. നീ ഇന്ത്യക്കാരനാണോ എന്നൊക്കെ അവനോട് ചോദിക്കും. പക്ഷെ അവൻ പറയുന്നത്, ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തം രാജ്യത്ത് ഞാൻ ട്രാവൽ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര വിയേർഡാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എന്നോട് പലപ്പോഴും എല്ലാവരും ചൈനക്കാരനാണോ ചോദിക്കും, മറ്റ് പല കൊറിയക്കാരനാണോ ചോദിക്കും എന്നൊക്കെ പറയുന്നു. അത് നോർത്ത് ഈസ്റ്റുകാരുടെ ഒരു പ്രശ്നമാണല്ലോ അല്ലേ. ഒച്ചമാളോ മൊത്തം. അതെ അതെ അതെ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അങ്ങനെ നടന്ന് നമ്മൾ അകത്ത് എവിടെയോ എത്തി. ഇവിടെ ബിസിനസ് ക്ലാസ് ലൗഞ്ച് ഉണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷനിലെ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിനുള്ള സ്ഥലങ്ങൾ, പിന്നെ അങ്ങനെ ട്രെയിനിൻ്റെ ടൈമിംഗ് ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. സെറിൻ, സേ ഹായ്. ഇങ്ങനെയാണ് സെറിൻ. യെസ്, നമ്മുടെ ട്രെയിൻ 8:04 7:40 ഗേറ്റ് വർക്കുള്ളൂ. 5 മിനിറ്റ് മുമ്പ്. ഇപ്പം ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുകയാണേ ഈ ട്രെയിനിൽ കയറാനുള്ളവരെ. അപ്പോൾ ഇവരെല്ലാം കയറി ട്രെയിനിൽ പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിനിൽ കയറാൻ അത്ര സമയം മതി. അത്ര ഫാസ്റ്റായിട്ട് കയറും. ഇവിടെ നമുക്ക് വീണ്ടും ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ട്. അവർക്ക് ID വെച്ച് ക്രോസ് ചെയ്യണം, നമുക്ക് പാസ്പോർട്ട് കാണിച്ച് ക്രോസ് ചെയ്യണം. നമ്മളിപ്പോൾ പോകുന്നത് എവിടെ നിന്നോ വരുന്ന ഒരു ട്രെയിനിൽ കയറിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇങ്ങനൊരു സാധനം കണ്ടോ, ഇത് ആരും ട്രാക്കിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ട്രെയിൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇത് പൊങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. നമ്മൾ മെട്രോ സ്റ്റേഷനിലൊക്കെ ഉള്ളത് പോലത്തെ സംഭവം. നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അപ്പുറത്തെ സൈഡിൽ ഇവിടുത്തെ ഒരു സാധാരണ ട്രെയിൻ കിടക്കുന്നുണ്ട്. നമ്മൾ മറ്റേ KLTUK ട്രിപ്പിൽ നമ്മൾ അത്തരത്തിലുള്ള ട്രെയിൻ ധാരാളം കയറിയിട്ടുണ്ട്. എന്ത് തിരക്കാന്നറിയോ ഇവിടെ. നമ്മൾ നടന്ന് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തെത്തി. നമ്മുടെ ട്രെയിൻ അതാ വന്നുകൊണ്ടിരിക്കുന്ന അവിടെ. രണ്ട് ട്രെയിൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനാണ് ഇതേപോലെ. ഇവരുടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടന്ന ഒരു ട്രെയിൻ എങ്ങോട്ടോ, അതൊരു ലോങ് ജേർണി പോകുന്ന ട്രെയിനാണ്. അത് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് 8 മണിക്ക് ട്രെയിൻ വന്ന്, ഇനി 8:04 ട്രെയിൻ പോകും. അപ്പോൾ ഈ 4 മിനിറ്റ് കൊണ്ട് ഈ ട്രെയിനിൽ കയറേണ്ട എല്ലാ പാസഞ്ചേഴ്സും എല്ലാ കോച്ചുകളിലും കയറണം. അതാണ് ഒരു വെല്ലുവിളി. കാരണം ഈ സാധനം പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ. ആ വെല്ലുവിളിയൊന്നും അല്ല, അതൊക്കെ ഇവര് ടപ്പടപ്പേന്ന് പറഞ്ഞ് കയറ്റി പരിപാടി തീർക്കും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. സമയം 8:03. നമ്മുടെ സീറ്റിലിരുന്ന് നമ്മൾ 2 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, വളരെ കംഫർട്ടബിൾ ആണ്. നമ്മുടെ വന്ദേ ഭാരത് പോലെ തന്നെ ഉള്ള സെയിം ഇന്റീരിയർ ഞാൻ പലതവണ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വലിയ പെട്ടി എല്ലാം ഇതിന്റെ മേളിലിരിക്കും കണ്ടോ. എല്ലാം കറക്റ്റ് അവിടെ സ്പേസ് ആണ്. പിന്നെ ഇത് സാധാരണ ചെയർക്കാറാണ്, ഇതിന് എന്ത് സ്പേസാ അല്ലേ. അങ്ങനെ ഡാലിയെ ലക്ഷ്യമാക്കി നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ഓൺ ടൈം. സൈർബ, ഇത് പഴയ ട്രെയിനല്ലേ, നല്ല പഴക്കമുണ്ട് കേട്ടോ. ഫസ്റ്റ് കയറുന്ന 7 വർഷമായിരുന്നു. ഫസ്റ്റ് ചൈന വന്നിട്ട് ട്രെയിനിൽ കയറിട്ടോ 7 വർഷം. 7 വർഷമായോ?
ദൈവമേ ശരി. ഞങ്ങൾ ചൈനയിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ട് ഇതേപോലെ പോയിട്ട് 7 വർഷമായിരുന്നു ഇപ്പം. കോവിഡിന് മുന്നേ ഞാൻ യൂട്യൂബിൽ വ്ളോഗിങ് തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ 2026 ഓഗസ്റ്റില് ഇതെന്റെ 10th ആനിവേഴ്സറി ആണ്. 10th ആനിവേഴ്സറി അല്ല, നമ്മള് 7 years ആയി. ഒരു ദശാബ്ദമല്ല, ഒരു ദശാബ്ദ കാലമായി ഞാൻ യൂട്യൂബിൽ ഈ പരിപാടി തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ ദാലി എത്തിയിരിക്കുകയാണ്. റെഡി അല്ലേ? ഇണങ്ങല്ലേ ജാതു ഇറങ്ങി. കമോൺ ലെറ്റ്സ് ഗോ. ഇവിടെയും ഈ സെയിം ടെക്നോളജിയാണ്, കമ്പി ഇങ്ങനെ പൊങ്ങുന്ന പരിപാടി. നമ്മൾ എത്രാമത്തെ തവണയാണ് ഡാലി വരുന്നത്? നമ്മളൊരുമിച്ച് ഇങ്ങനെ കുറെ തവണ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം 3ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഡാലിയിൽ വരുന്നത്. ഇവിടെ തണുപ്പാണ് കേട്ടോ. ചെറിയൊരു, അതായത് നമ്മൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പില്ല, അതുണ്ടായിരുന്ന കുഞ്ഞിങ്ങിൽ. ഇതൊരു ഇച്ചിരി കൂടെ തണുപ്പുണ്ട്. എന്നാൽ എക്സ്ട്രീം തണുപ്പൊന്നുമില്ല, ഒരു ചെറിയ ഒരു കുഞ്ഞി ജാക്കറ്റൊക്കെ വേണമെങ്കിൽ ഇടാവുന്ന ഒരു തണുപ്പ്, ഒരു സുഖമുള്ള തണുപ്പ്. പക്ഷേ നല്ല തണുപ്പാണ്, ഇഷ്ടപ്പെട്ട്. ഇത്തവണ ചൈന വന്നിട്ട് വേർത്തില്ല, അതിന് കുറവൊന്നുമില്ലല്ലോ. ഈ ട്രെയിനിൽ വന്ന ആൾക്കാരെല്ലാവരും കൂടെ ഇറങ്ങി പോകാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ്, എസ്കലേറ്ററിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള തിരക്കാണ്. നോക്കി എന്തോ ജനമാണ്, എന്തോരം ജനങ്ങളാന്ന് നോക്കി. എന്നാ ഇവിടെ അടിയോ ഇടിയോ ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ പോലും ആരും മുട്ടുകയല്ല. എല്ലാവരും അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്തേ പോവുള്ളൂ. അതാണ് ഞാൻ ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ്. ഇവിടെ അല്ല, നമ്മൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ കാണുന്ന ഏറ്റവും വലിയ പ്ലസ്സാണ്. നമ്മൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ മുട്ടി ക്യൂ നിൽക്കുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴും ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം സ്കാൻ ചെയ്ത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി വിളിച്ച് നമ്മൾ എങ്ങോട്ടാണോ പോകുന്ന പരിപാടി ഒന്നും അറിയത്തില്ല. ഇവരാണ് നമ്മുടെ ടൂർ പ്ലാനർ. അവനാണ് കംപ്ലീറ്റ് ടൂർ മാനേജറും ടൂർ പ്ലാനറും എല്ലാം പുള്ളിയാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. എവിടെ പോയാലും നമ്മൾ ടാക്സി വിളിച്ച് തന്നെ കേട്ടോ കൊണ്ടുപോകുന്നത്. സാധാരണ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് ഒരു വണ്ടി നമുക്ക് വേണ്ടി എടുക്കുകയല്ലേ, പക്ഷേ ഇത് അങ്ങനത്തെ പരിപാടി ഒന്നുമല്ല, എല്ലാം ടാക്സി വിളിച്ചാണ്. പക്ഷേ അത് ഭയങ്കര കൺവീനിയൻ്റാണ്. നമുക്ക് എപ്പോൾ പോയാലും നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി നടക്കും. സോ അങ്ങനെ ദാലി എത്തി. നമ്മൾ ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത് ടോർച്ച് ഫെസ്റ്റിവലിൻ്റെ ആ ഒരു മെയിൻ ഇവൻ്റ് വിറ്റ്നസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് കണ്ടോ, എൻ്റെ അമ്മ കുമ്പളങ്ങ കൊണ്ടുവന്നിട്ട് ലോറിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടാക്സിയിൽ. നമ്മൾ പോകുന്നത് ഇവിടെ ഏതോ കൃഷി സ്ഥലത്തിന് നടുവിലൂടെ ലേക്ക് സൈഡിലേക്കുള്ള ഒരു സ്ഥലത്തേക്കാണ്. അടിപൊളി കിടിലൻ സ്ഥലം കേട്ടോ ഇത്. തക്കാളി കൃഷി കണ്ടോ, തക്കാളി നോക്ക്, നല്ല അടിപൊളി തക്കാളി. സൈർബായ് ഇത് ഏതോ ഒരു വില്ലേജാണ് കേട്ടോ. ഇതൊരു വില്ലേജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഇത് ശരിക്കും എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, ഇതൊരു വില്ലേജാണേ. അപ്പോൾ ഈ ലേക്കിനടുത്തുള്ള ഒരു വില്ലേജാണ്. അപ്പോൾ മുളകൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. മുളക് മാത്രമല്ല മറ്റു പല കൃഷികളും ഉണ്ട്. ഇതിന് മുകളിൽ ഈ കാണുന്നത് ഈ ലേക്കിൽ നിന്ന് കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന അക്വഡക്റ്റ് പോലത്തെ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുന്നത്. ഇത്രയും റൂറലായിട്ടുള്ള ഒരു വില്ലേജിൽ ഞാൻ സത്യം പറഞ്ഞാൽ ചൈനയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ദാലി എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലമാണ്. ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. ആ ഹിൽ സ്റ്റേഷനിൽ ഭയങ്കര വലിയൊരു ലേക്കുണ്ട്. യൂനാൻ പ്രൊവിൻസിലെ ഏറ്റവും വലിയ ലേക്കുകളിലൊന്നാണ് അത്. സോ ആ ഒരു ലേക്കിനോട് ചുറ്റിപ്പറ്റി ആണ് ഇതിൻ്റെ ഒരു ടൂറിസം പരിപാടികൾ. ഈ ലേക്കിന് ചുറ്റും ഒരു റൗണ്ട് എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു 100-150 കിലോമീറ്റർ ഉണ്ട്. അത്രയും വലിയ ഒരു ലേക്കാണ്. സോ ആ ലേക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ജനജീവിതവും ഗ്രാമങ്ങളും പിന്നെ ടൂറിസവും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നിലനിന്ന് പോകുന്നു. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ഞാൻ 12 തവണ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ തവണയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഭയങ്കര ഭംഗിയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലം. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഈ വെതർ ആയിരുന്നില്ല, നല്ല സണ്ണി വെതറായിരുന്നു. ഇപ്പൊ ചെറിയൊരു മഴയും ഒരു തണുപ്പും ഒക്കെ ആയിട്ട് വേറൊരു വെതറാണ്. സംഭവം അടിപൊളിയാട്ടോ. ഇവിടെ പല സ്ഥലങ്ങളും ഈ ഏൻഷ്യന്റ് ടൗൺ, ഓൾഡ് ടൗൺ ഏരിയകളിലേക്ക് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ടാക്സിയിലായതുകൊണ്ട് ടാക്സി അവർ ഒരു സ്ഥലത്ത് നമ്മളെ ഇറക്കി വിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളും മറ്റുമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, ഇത് നോക്ക്, സെറ്റപ്പ്. ആ ലേക്കിന് ചുറ്റും എന്തൊക്കെ പരിപാടികളാണ് നോക്ക്.
ഒരു രക്ഷയില്ല കേട്ടോ. ലേക്ക് സൈഡ് വന്നപ്പോഴത്തേക്കിനും ഭയങ്കര ഭംഗി, അടിപൊളി, വീട്ടിലെ സ്ഥലം. ഈ ലേക്കിന് സമീപത്ത് ഇതുപോലെയുള്ള ധാരാളം വീടുകളുണ്ട്. ഇതുണ്ടോ, ഇത് അടിപൊളി ഒരു വീടാണ്. വീട്, ഒരു കോഫി ഷോപ്പ്, അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ്. അതിന് സൈഡിൽ ഇത് ഇത്തരത്തിൽ കല്ലിട്ടിട്ടുള്ള നടപ്പാതകൾ. രക്ഷയില്ല വീട്ടിലെ സ്ഥലം. എൻ്റെ അമ്മേ, ഇതൊരു കോഫി ഷോപ്പ്. ഈ തണുപ്പ് കാരണം നല്ല പൂക്കളുള്ള, നല്ല അടിപൊളി പച്ചപ്പൊക്കെയുള്ള ചെടികൾ ഇവിടെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. കണ്ടില്ലേ, ചെടി ഹൈഡ്രേഞ്ചിയ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെടികൾ, പല കിട്ടുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മൾ താമസിക്കുന്നതെന്ന് തോന്നുന്നു. തൊട്ട് മുമ്പിൽ ലേക്ക്. ആ ലേക്കിന് സമീപത്തേക്ക് അവർ വണ്ടി പോലും കൊണ്ടുവരുന്നില്ല. സൈക്കിളും ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളും മാത്രമേ ഉള്ളൂ. ഇത് ഇവരോടെ പോയി. ചേർബായ് എവിടാ, എവിടെ കാണുന്നില്ല? മേള പിന്നെ ഇവിടെയാ? ഇസ് ഇറ്റ് ദ പ്ലേസ്? ലവ്ലി, നൈസ് മാൻ, അടിപൊളി. ഇതേ ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയല്ലോ. നമ്മുടെ കംപ്ലീറ്റ് കുറവും പരിപാടികളൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഹായ് നിഹ. This is too awesome. Oh, this is nice. This one, you see, the bathroom is like this. അടിപൊളി. എൻ്റെ അമ്മോ, പൊളിച്ച്. What is this, man? This is really nice. Yeah. It's good. This is like this. Okay. And this whole space is yours Wow. for this room. Okay. ഇതൊരു അടിപൊളി റൂമാട്ടോ. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് തൊട്ട് മുമ്പിൽ ലേക്ക്. ആ ലേക്കിന് സമീപത്ത് ആൾക്കാർ നടന്നു പോകുന്നു. ഒരു വണ്ടിയുടെ സൗണ്ടോ ഒരു ശബ്ദമോ ഒന്നുമില്ല. ഭയങ്കര ആളുകളുടെ ശബ്ദവും കിളികളുടെ സൗണ്ടും പ്രകൃതിയുടെ സൗണ്ടും മാത്രമേ ഉള്ളൂ. ആ വണ്ടി ഇങ്ങോട്ടേക്ക് ഇവർ നിരോധിച്ച പരിപാടി തന്നെ അടിപൊളി. ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു മുറിയുണ്ട്. അതും കൂടെ കാണാം എന്ന് പറഞ്ഞു. പോയി നോക്കാം, ഇതാണോ നല്ലത് അതാണോ നല്ലത്. നമുക്ക് ഇഷ്ടമുള്ള റൂം നോക്കി തിരഞ്ഞെടുക്കാം. നമുക്ക് 2 നില കയറണം നിങ്ങൾ. അതെന്താ സാധു? ഓ അങ്ങനല്ലേ, അത് ശരി. 2 നില കയറണം. ഈ ഒരു ഹോട്ടൽ മൊത്തം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ടീം ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടംപോലെ മുറിയുണ്ട്. ഇവിടെ താഴെ ഒരു മുറി, പിന്നെ ഏതാണ്ട് ഇത് താഴത്തെ ഒരു ലിവിങ് റൂം പോലത്തെ ഒരു സെറ്റപ്പ്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയുള്ള റെഡിയാക്കിയുണ്ട്. അപ്പോൾ ഇതൊരു മൊത്തം ഇവർ ബുക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി. ഈ ഒരു ഹോട്ടൽ മൊത്തം കാണാം. നമ്മൾ 8-10 പേരുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ആളാമീതം മുറിയും കിട്ടും. പിന്നെ പെറ്റിയൊക്കെ നമ്മൾ പൊക്കിക്കൊണ്ട് പോകണം. പിന്നെ പെറ്റിക്ക് വലിയ വെയിറ്റ് ഇല്ലാത്തതും കുഴപ്പമില്ല. ഇതിവിടെ വേറൊരു മുറിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പുറത്ത് ഇത് വേറെ ഒരു വീട്. ഇത് ഇവിടുത്തെ ബാൽക്കണി, ഇവിടുത്തെ റൂം. നിങ്ങൾ മേളത്തെ റൂം കണ്ടില്ലല്ലോ, അങ്ങോട്ട് വാ. അത് റൂമല്ല, അത് മുറിയല്ല, നിങ്ങൾ വരൂ, മേളിൽ കിടക്കാം, അതാണ് നല്ലത്. ഇത് ബാത്റൂമാണോ? ഇത് ബാത്റൂം വഴിയാണല്ലോ ഇത് കയറുന്നേ. ചെയർബായ്, ഈ വീടിൻ്റെ എൻട്രൻസ് ബാത്റൂം ഒക്കെ ഇവിടെ തന്നെ. ഈ ബാത്റൂം വഴിയാണ് ഇതിനകത്ത് കയറുന്നത്. ദാറ്റ് ഈസ് യു ആർ എൻറ്ററിങ് ദ ബാത്റൂം ഫസ്റ്റ്, ദെൻ യു ആർ ഗോയിങ് ടു ദ ബെഡ്റൂം. ഓ വാവോ. ഇനി ഞാൻ എൻ്റെ മുറി കാണിച്ചു തരട്ടെ. ഇതാണ് നമ്മുടെ മുറി. അതായത് മുറി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതൊരു ഗംഭീര സെറ്റപ്പാണ്. നോക്കൂ, ഇത് ഒരു ലിവിങ് റൂമാണേ. അപ്പോൾ ഈ ലിവിങ് റൂമിൽ വരുമ്പോഴത്തേക്കിന് നമുക്കിവിടെ ചൈനീസ് ടീ ഉണ്ടാക്കി കുടിക്കാനുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ ഒരു ടേബിളിൽ ഇവർ ചായ കുടിക്കുന്ന ഒരു സെറ്റപ്പാണത്. പിന്നെ ഇവിടെ 2 അലമാരയുണ്ട്. അലമാരയിൽ കുറേ ഡെക്കോസ്, ഇങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കൂ. വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. സോ ഇത് ജസ്റ്റ് നമ്മുടെ ലിവിങ് റൂമാണ്. അവിടെയുണ്ട് കുറേ ഡെക്കേഴ്സൊക്കെ. ഇതാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. കണ്ടോ, ദിസ് ഈസ് ദ ബെഡ്റൂം. ഓക്കെ, ആ കട്ടിലൊക്കെ കണ്ടില്ലേ, എല്ലാം നല്ല അടിപൊളി തടിയുടെ കിടുക്കാച്ചി സാധനം. പിന്നെ ഇവിടെ TV ഉണ്ട്, പിന്നെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ബാത്റൂം. ഈ ബാത്റൂം എന്ന് പറയുന്നത് കേർട്ടനാണ്, കണ്ടില്ലേ. ഈ കേർട്ടൻ ഇട്ടിട്ട് വേണം ബാത്റൂം യൂസ് ചെയ്യാനായിട്ട്. സോ ഇത് ലൈക്ക് ദിസ് ഈസ് മെയിൻലി ഫോർ കപ്പിൾസ്, അതാണ് പരിപാടി. പിന്നെ ഇവിടെ നമുക്ക് കൊമോഡ് ഉണ്ട്. ആൻഡ് ദ കൊമോഡ്, അതായത് രാവിലെ എണീറ്റ് അപ്പിടാനിരിക്കുമ്പോഴത്തേക്കിനും വരെ നമുക്ക് കായൽ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ബാത്റൂമിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഒരു നല്ലൊരു പ്രൈവറ്റ് ബാൽക്കണി ക്യാൻ സെറ്റ്. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം, അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാവലേഴ്സ് ഫാമും അതും ഇതൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ആൻഡ് ഐ എം മിസ്സിങ് മൈ ഡ്രോൺ ഹിയർ.
ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽസ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേനെ. പക്ഷേ ദിസ് പ്ലേസ് ഇസ് റിയലി നൈസ്. പിന്നെ ഈ ലേക്കിൻ്റെ ചുറ്റിനും അവിടെ ഇവിടെ എല്ലാം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് ധാരാളം വീടുകളും കെട്ടിടങ്ങളും സംഭവങ്ങളും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സെറ്റപ്പ് സ്ഥലം കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ഒരു സെറ്റപ്പാണ്. അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടബുണ്ട്, ടബിൽ വേണമെങ്കിൽ കുളിക്കാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഷവറുണ്ട്, ഷവറിൽ വേണമെങ്കിൽ കുളിക്കാം. പിന്നെ ഇതെല്ലാം ഓപ്പണാണ്, കംപ്ലീറ്റ്ലി ഓപ്പണാണ്. അതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഐ ലൈക്ക് ഇറ്റ്. നമുക്കിത് അടച്ചു വയ്ക്കാം, മഴയല്ലേ. ജയർബൈ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? എനിക്ക് ഇവരുടെ ലാൻഡ്സ്കേപ്പിംഗ് ആണ് എനിക്ക് ഇഷ്ടം. എന്ത് രസമാണെന്നറിയോ ഇവിടുത്തെ ചെടികളൊക്കെ. ഇതൊക്കെ ചെടികളൊക്കെ നട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പണിയാണ്. പക്ഷെ ഭയങ്കര രസം കേട്ടോ. നമ്മൾ ബാഗ് അവിടെ വെച്ച് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണേ. ചെറിയ മഴയൊക്കെ ഉണ്ട്. നിങ്ങളെ വില്ലുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് ആ പണി മാത്രം എടുക്കണ്ടാവും. മെയിൻറ്റെയിൻ ചെയ്യലൊരു വലിയ പണിയാ. ദാറ്റ് ഈസ് ഹെർ ഹൗസ്. പുള്ളിക്കാരുടെ വീടാണ്. അടിപൊളി കിട്ടില്ല വീട് കേട്ടോ. ലവ്ബാൻ എന്ന് പറഞ്ഞാൽ എന്താ? മുതലാളി. ഓ അങ്ങനെയാണോ? ആ ഓക്കെ. ആ ശരി. പുള്ളിക്കാരി പഴയ റിട്ടയർഡ് ബാങ്ക് മാനേജറാണ്. പുള്ളിക്കാരുടെ വീടാണത്. ഓക്കെ. ഇവിടെ ഈ ഭാഗത്ത് കാർ കടത്തുന്നില്ലെന്നേ, അതല്ലേ രസം. അത് നല്ലതല്ലേ? അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നതും. പിന്നെ ഈ ശാന്ത സുന്ദര സമുദ്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു പോകാൻ പറ്റുന്നതൊക്കെ ആയിട്ട്. ഓഹ് എത്ര കോടി രൂപ വില ഉണ്ടാവില്ലേ ഈ ഭാഗത്തൊക്കെയുള്ള വീടുകൾക്ക്, സ്ഥലത്തിനൊക്കെ. ഞാനിപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ത് വിലയുണ്ടാവുമെന്ന്. ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ടോർച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഉള്ള കത്തീരും പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതൊരു ബുദ്ധക്ഷേത്രമാണ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, ബുദ്ധക്ഷേത്രം തന്നെയാണ്. അതൊരു പഴയ ക്ഷേത്രമാണ്. അതിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ കത്തിച്ച് വയ്ക്കുന്നുണ്ടല്ലേ, സാമ്പ്രാണി പോലത്തെ സാധനങ്ങൾ കത്തിച്ച് വെച്ചിരിക്കുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഏതോ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ ഫെസ്റ്റിവൽ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പള്ളിപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ ഒക്കെ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ ഫുഡ് കൊടുക്കത്തില്ലേ നമ്മൾ, അതേപോലെ ഇവിടെ ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് കിച്ചണുണ്ട്. ആ കിച്ചണിൽ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ പുറത്ത് തന്നെ വെച്ച് വിളമ്പും, അങ്ങനത്തെ പരിപാടിയാണ്. സോ നമ്മുടെ ഹോസ്റ്റ് നമ്മളെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് സാധനമെന്ന് അറിയോ സൈർ ഭായി? എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും പോർക്കാണ്. അപ്പോൾ നമുക്ക് കഴിക്കാവുന്നതെന്ന് പറയുന്നത് കിഴങ്ങിൻ്റെ ഒരു സാധനമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ സൂപ്പും ചോറും ഉണ്ട്. ഇത് ശരിക്കും ഇവിടുത്തെ ഈ ലോക്കൽ പ്രദേശത്തെ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഉത്സവത്തിന് അന്നദാനം പോലെ പള്ളിയിലൊക്കെ ഉണ്ടാവില്ല, അതെ, അതേപോലെ അന്നദാനം പോലെ നടത്തുന്ന ഒരു ഏരിയ ആണ്. അവിടെയാണ് നമ്മൾ അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഗസ്റ്റും അല്ല അവരുടെ വീട്ടിൽ വരുന്ന കുടുംബക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരിവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിക്കും. അങ്ങനെയാണ് പരിപാടി. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് നാട്ടുകാരെല്ലാം കൂടി ഇരുന്ന് പാചകം ചെയ്യുന്ന പോലെ തന്നെ ദൈവരിവിടെ പാചകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കറി കട്ടിങ്സും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. പോർക്ക് കട്ട് ചെയ്യുന്ന അപ്പുറത്ത് ഇവിടെ പാവയ്ക്ക കട്ട് ചെയ്യുന്നു. ഫുൾ പോർക്ക് മയമാണ് എവിടെ പോയാലും. അതാണ് ഇവരുടെ അടുക്കളയും നമ്മുടെ നാട്ടിലെ കല്യാണപ്പുരകൾ പോലെ തന്നെയുള്ള സെയിം അടുക്കള സെറ്റപ്പ് വേണ്ടില്ലേ. ഇതാണ് ഇവരുടെ അടുക്കള പ്ലസ് കമ്മ്യൂണിറ്റി സെൻറ്റർ പാചകപ്പുര. അതെന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദാറ്റ് ഈസ് സംതിങ് ന്യൂ. ഈ ഒരു ലേക്കിൽ അൺവാണ്ടഡ് ബോട്ടിങ്സോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. മറ്റേ ബോട്ടുകളൊക്കെ ഉണ്ടെങ്കിലും മിക്കതും ഇലക്ട്രിക് ബോട്ടുകളായിരിക്കാനാണ് സാധ്യത. അത് വേറെ ഏതെങ്കിലുമൊക്കെ ഏരിയയിലായിരിക്കും. എന്നാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, അത് മോട്ടോർ വാഹനം ഫ്രീ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇത്രയും കാം ആൻഡ് ക്വയറ്റ് ആംബിയൻസ്. അതാണ് സെറ്റപ്പ്. ഇതൊരു ഹോം സ്റ്റേ ആട്ടോ ശരിക്കും. സീ വ്യൂ ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. എനിക്കിവിടുത്തെ എനിക്ക് ഭംഗിയായി, എന്ത് ഭംഗിയല്ലേ, ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് സോ നൈസ്. ഈ പൂക്കളൊക്കെ നോക്ക്, എന്തോ ഭംഗിയല്ലേ. ഞങ്ങളതിൻ്റെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് തിരിച്ചെത്തി. റൂമിലേക്ക് ഒത്തിരി ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പല നാടുകൾ സന്ദർശിച്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുള്ള ഒരു പാഷനും എക്സ്പീരിയൻസും അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഹൗസ് ഓഫ് ഭക്തൻ നിർമ്മിച്ചത് നമ്മുടെ കൊച്ചിയിൽ. ഹൗസ് ഓഫ് ഭക്തൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. ഇനിയും അതുപോലെയുള്ള ധാരാളം പ്രൊജക്റ്റുകൾ ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ അതുപോലെയുള്ള എയർബിഎൻബിയോ അല്ലെങ്കിൽ ഹോം സ്റ്റേസോ അല്ലെങ്കിൽ റിസോർട്ടുകളിലേക്കൊന്നും ഞാനില്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ദ ഭക്തൻസ് എന്ന് പറയുന്ന നമ്മളുടെ ബ്രാൻഡിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ധാരാളം ഇതുപോലെയുള്ള അക്യൂറേറ്റഡ് ബൊട്ടീക്ക് സ്റ്റേസ് ഹൗസ് ഓഫ് ഭക്തൻ പോലെയുള്ളത് നമുക്ക് കൊണ്ടുവരാനുള്ള പ്ലാനുകളുണ്ട്. അതും എല്ലാം പൂൾ വില്ലാസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഭക്തൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ധാരാളം പൂൾ വില്ലാസ് ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. അതിൽ എപ്പോഴെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും.